എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ തിരിച്ച് എങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഭാമ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോയ്ക്കൊപ്പമാണ് നടിയുടെ പ്രതികരണം. നിവേദ്യ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന നടിയാണ് ഭാമ. ശാലീന സൗന്ദര്യം കൊണ്ട് തന്നെ ഭാമ വളരെ പെട്ടെന്ന് മലയാള സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്തി. മലയാളത്തിന് പുറമെ കന്നഡയിലും വിജയം നേടിയ നടിയാണ്. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും അല്പം മാറി നിൽക്കുകയാണ് ഭാമ. ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ ഇതിനിടയ്ക്ക് വന്നുവെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഭാമ പ്രതികരിച്ചിട്ടില്ല. ഇതുവരെയും വ്യക്തിപരമായ കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ വളരെ അധികം സജീവമാണ് നടി. തൻ്റെയും മകളുടെയും ചിത്രങ്ങളെല്ലാം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തൻ്റെ ക്ലോസ് സെൽഫി ചിത്രങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഭാമ. അതിന് നൽകുന്ന ക്യാപ്ഷനുകൾ എല്ലാം അല്പം വ്യത്യസ്തമാണ്. എൻ്റെ ഭാഷയിൽ നിന്ന് ബ്രൗൺ ഒരിക്കലും പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ചിത്രം പങ്കുവച്ചത്. ഒരു ബ്രൗൺ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ഇപ്പോഴത്തെ തന്നെ വേദനിപ്പിക്കുന്നവരോട് തിരിച്ച് എങ്ങനെ പെരുമാറും എന്ന് പറഞ്ഞൊരു ചിത്രം പങ്കുവച്ചിരിക്കുന്നു. എന്നെ വേദനിപ്പിക്കൂ, തിരിച്ച് ഞാൻ പുഞ്ചിരിക്കും എന്നാണ് അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. കുട്ടിത്തം മുഖത്ത് കാണിച്ചുകൊണ്ടുള്ളതാണ് 3ാമത്തെ ചിത്രം. ഉള്ളിലെ കുട്ടിത്തം നഷ്ടപ്പെടുത്താതെ വളരുക എന്ന കല പഠിക്കുക എന്ന് പറഞ്ഞാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 ചിത്രങ്ങൾക്ക് മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കിട്ടുന്നത്. ഭാമയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചും നടിയോടുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ടുമുള്ള കമൻറ്റുകൾ ചിത്രത്തിന് താഴെ വരുന്നു. അപ്പോൾ ഭാമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാമ സുന്ദരിയായിട്ടുള്ളൊരു നടിയാണ്, അതിസുന്ദരിയായിട്ടുള്ളൊരു നടി. ഭാമ സൂര്യ ടി.വിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതാണ്. ഇത് ഒരു 9 മണിക്കോ 9:30 അങ്ങോട്ടുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് വന്നതാണ് ഭാമ. ഭാമയ്ക്ക് സിനിമയിലേക്ക് വരാൻ ഒരു അവസരം കിട്ടി, വലിയൊരു നടിയായി, അറിയപ്പെടുന്ന നടിയായി. പിന്നെ കുറേ വിവാദങ്ങളിലൊക്കെ ഭാമ ചെന്ന് വിടുകയും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ അവതരണത്തെക്കുറിച്ച് ആരും പറയണ്ട, എല്ലാം എനിക്കറിയാം. അപ്പോൾ വേറൊന്നുമില്ല.